1986 തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഉറുദു പദ്യം ചൊല്ലലിൽ 2ാം സ്ഥാനം നേടി വാർത്തകളിൽ ഇടം പിടിച്ച ഒരു അന്തർജനമാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. മഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഖി ടീച്ചറാണ് ഈ അന്തർജനം. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്തിനാണ് ടീച്ചർ ഇത്തവണ വന്നിട്ടുള്ളത്? ഞാൻ ഇപ്രാവശ്യം അനിയൻ്റെ മകൻ ഇവിടെ ചാക്യാർകൂത്തിനും കഥകളി സംഗീതത്തിനും പങ്കെടുക്കണ്ടേ, അപ്പോൾ കാണാനും പിന്നെ കലോത്സവമല്ലേ, അപ്പോൾ നമ്മളുടെ ഒരു ഓർമ്മ പുതുക്കാനും കൂടിയിട്ടാണ് ഞാൻ വന്നത്. ഈ 4 പതിറ്റാണ്ട് മുമ്പത്തുള്ള കലോത്സവവും ഇപ്പോഴത്തെ കലോത്സവമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ ഒരു പ്രത്യേകതകളും അനുഭവപ്പെടുന്നത്? അന്ന് അല്ലെ കല തന്നെയാണ്, അന്നും കല തന്നെയായിരുന്നു, ഇന്നും കല തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി മത്സരം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ പൊലിമയ്ക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അന്ന് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, വെറും പേപ്പറിൽ വരുന്ന ഒരു പ്രാധാന്യം മാത്രമേ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പും ബാക്കിയുള്ള സോഷ്യൽ മീഡിയകളും ഉണ്ടാവുകൊണ്ട് കൂടുതൽ പ്രശസ്തി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. അന്ന് അതാണ് പ്രത്യേകിച്ചും പ്രധാന വ്യത്യാസമായിട്ട് തോന്നുന്നത്. കാരണം ഓരോ വ്യക്തിയുടെയും കഴിവുകൾ ഇപ്പോൾ പുറം ലോകം അറിയുന്നുണ്ട്. അന്ന് അങ്ങനെ ഇല്ല. അന്ന് പിന്നെന്താ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികളുടെയും കൂടി പേപ്പറിൽ ഒരു പക്ഷേ വരും. അതിന് താഴെയുള്ളവരൊന്നും ഒരു വാർത്താ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, ലൈവായിട്ടാണല്ലോ എല്ലാം കാണുന്നത്. അതൊരു മാറ്റം തന്നെയാണ്. പിന്നെ അത് തന്നെ കലയ്ക്ക് തന്നെ പ്രാധാന്യം കൊടുക്കാം. അത് കഴിഞ്ഞ 4 പതിറ്റാണ്ട് മുമ്പ് നമ്മൾ ഉറുദു പദ്യം ചൊല്ലലാണ് ടീച്ചർ അരങ്ങേറിയത്. അതിനുള്ള പ്രചോദനം എന്തായിരുന്നു? എൻ്റെ അമ്മ ഉറുദു ടീച്ചറായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് അതൊരു വലിയൊരു പ്രാധാന്യമായിരുന്നു. കാരണം അന്തർജനം ഉറുദു പഠിപ്പിച്ച അധ്യാപികയാവുക എന്ന് പറയുമ്പോൾ അതൊരു വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ പഠിപ്പിച്ച ഒരു റഷീദ് മാഷുണ്ട്. ആ മാഷിൻ്റെയും കൂടി സഹായത്തോടു കൂടെ എന്നെ അന്ന് പഠിപ്പിച്ചു. അപ്പം അങ്ങനെ ഉറുദു പദ്യം ഒരു പുതിയ തന്നെയല്ലേ. ഉറുദു എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ പരിചയമില്ലാത്തതാണ്. പക്ഷെ അമ്മ തന്നെയാണ്, അമ്മ ആ പിന്നെന്താണ് പദ്യം പറഞ്ഞെന്നു എനിക്കതന്ന് എന്തോ അവർ പറഞ്ഞതുപോലെ ചൊല്ലാൻ സാധിച്ചു. അങ്ങനെ പിന്നെ 86-ൽ സെക്കൻഡായി, പിന്നെ 87-ൽ കോഴിക്കോട് നടന്നതിൽ ഫസ്റ്റുമായി. അപ്പോൾ പിന്നീട് ഉറുദു പദ്യം ചൊല്ലലിൽ പിന്നെ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് പിന്നെ ഉണ്ടായോ? ഇല്ല. ഇപ്പോൾ ടീച്ചർ എന്തായിട്ടാണ്, ഏത് സബ്ജക്റ്റാണ് ടീച്ചറെ? ഞാൻ മലയാളം അധ്യാപികയാണ്. 4 പതിറ്റാണ്ട് പിന്നിട്ടാലും കലോത്സവത്തിന് കുറച്ച് മാറ്റങ്ങൾ വന്നതല്ലാതെ കല എപ്പോഴും കല തന്നെയാണ് എന്ന അഭിപ്രായമാണ് സഖി ടീച്ചർക്കുള്ളത്. സാഹിത്യ അക്കാദമിയിലെ വേദിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.